ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതൊന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. ഒന്നാമത്തെ പ്രവർത്തനം നിങ്ങൾക്ക് മിക്കവാറും വരിക വായിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് നമുക്ക് പുറത്തുനിന്നുള്ളൊരു പോർഷൻ തരും. കവിതയാവാം, അല്ലെങ്കിൽ കഥയാവാം, അല്ലെങ്കിൽ ലേഖനമാവാം, എന്തെങ്കിലും ആവാം. എന്നിട്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. വായിക്കാം, എഴുതാം. കഴുകൻ്റെ കാഴ്ചകൾ എന്നാണ് കവിതയുടെ പേര്. ഉയരെ പാറും കഴുകന് പാടം പച്ചക്കമ്പളമാകുന്നു. വെള്ളം കയറി നിറഞ്ഞ തടങ്ങൾ പൊട്ടിയ ചില്ലുകളാകുന്നു. മലയടിവാരം ചുറ്റി വരുന്നൊരു പുഴ ഒരു വെൺതുകിലാകുന്നു. ചിതറിക്കാണും വീടുകൾ ആരോ വിതറിയ കൂടുകളാകുന്നു. ഭൂമിയെ മൂടും മൂടൽ മഞ്ഞള പഞ്ഞിത്തുണ്ടുകളാകുന്നു. വലിയ മരങ്ങൾ നിറഞ്ഞൊരു കാടും നല്ലൊരു പുൽമേടാകുന്നു. നമ്മുടെ റോഡുകൾ നാനാവിധമായി ചിന്നിയ നാടകളാകുന്നു. അതിലലയും നാമോ കഴുകന് ചോണനുറുമ്പകളാകുന്നു. അപ്പോൾ എന്താ മക്കളെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? കഴുകൻ്റെ കാഴ്ചകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ ഉയരത്തിൽ, ആകാശത്തിൽ വളരെ ഉയരത്തിൽ പാറുന്ന ഒരു കഴുകന് താഴെയുള്ള കാഴ്ചകൾ എങ്ങനെയൊക്കെ ആയിരിക്കാം കാണുന്നത്, ആ കാഴ്ചകൾ എങ്ങനെയൊക്കെ ആയിരിക്കാം അനുഭവപ്പെടുന്നത് എന്നാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഉയരെ പാറും കഴുകന് പാടം പച്ചക്കമ്പളമാകുന്നു. ഉയരെ നല്ല ഉയരത്തിൽ പാറുന്ന കഴുകന് പാടം എന്താണ് തോന്നുന്നത്? പച്ചക്കമ്പിളി പുതച്ചതുപോലെയാണ് തോന്നുന്നത്. വെള്ളം കയറി നിറഞ്ഞ തടങ്ങൾ പൊട്ടിയ ചില്ലുകളാകുന്നു. വെള്ളം കയറിയിട്ട് നിറഞ്ഞ തടങ്ങളെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ പറമ്പുകളൊക്കെ എന്താവുന്നു? പൊട്ടിക്കിടക്കുന്ന ചില്ല് കഷ്ണങ്ങളായിട്ടാണ്. അതായത് ഓരോ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം തോന്നുമ്പോൾ അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചില്ലുകൾ പൊട്ടിത്തെറിച്ച് കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. മലയടിവാരം ചുറ്റി വരുന്ന ഒരു പുഴ ഒരു വെൺതുകിലാകുന്നു. മലയെ ചുറ്റി വരുന്ന പുഴ എന്താണാവുന്നത്? വെളുത്ത ഒരു വസ്ത്രം പോലെയാണ് നമുക്ക് കഴുകന് തോന്നുന്നത്. ചിതറിക്കാണും വീടുകൾ ആരോ വിതറിയ കൂടുകളാകുന്നു. അതുപോലെ ദൂരെ മേലെ നിന്ന് നോക്കുമ്പോൾ വീടുകളൊക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് ചെറുതായിട്ടേ കാണുള്ളൂ. അപ്പോൾ അതൊക്കെ ആരോ കൂടുകൾ ഇങ്ങനെ വിതറിക്കിടക്കുകയാണെന്നാണ് തോന്നുന്നത്. കൂണുകൾ ഇങ്ങനെ വിതറിക്കിടക്കുകയാണെന്നാണ് തോന്നുന്നത്. ഭൂമിയെ മൂടും മൂടൽ മഞ്ഞള പഞ്ഞിത്തുണ്ടുകളാകുന്നു. അതുപോലെ ഭൂമിയെ മൂടി കിടക്കുന്ന മഞ്ഞുകൾ കാണുമ്പോൾ എന്താണ്? പഞ്ഞികളുടെ പഞ്ഞിത്തുണ്ടുകൾ, അതായത് പഞ്ഞി ഇങ്ങനെ കൂട്ടിയിട്ട് അതുപോലെയാണ് കഴുകന് തോന്നുന്നത്. വലിയ മരങ്ങൾ നിറഞ്ഞൊരു കാടും നല്ലൊരു പുൽമേടാകുന്നു. വൻ മരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള കാടും വലിയ കാടുകൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്? ചെറിയ ചെറിയ പുൽമേട് പോലെയാണ് തോന്നുന്നത്. അതായത് മരങ്ങളൊക്കെ ചെറുതായിട്ട് ആണ് കാണുന്നത്. അപ്പോൾ അതൊരു പുൽമേടായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ റോഡുകൾ നാനാവിധമായി ചിന്നിയ നാടകളാകുന്നു. ഇനി റോഡുകൾ എന്തായിട്ടാണ് തോന്നുന്നത്? ചിതറിക്കിടക്കുന്ന നാടകൾ, നൂലുകളായിട്ടാണ് തോന്നുന്നത്. അതിലലയും നാമോ കഴുകന് ചോണനുറുമ്പുകളാകുന്നു. ഇനി റോഡിലൂടെ നടന്നു പോകുന്ന നമ്മളെ എന്തായിട്ടാണ് കഴുകന് തോന്നുന്നത്? ചെറിയ ചെറിയ ചോണനുറുമ്പുകളായിട്ടാണ് കഴുകന് തോന്നുന്നത്. അപ്പോൾ അത്രയേറെ ഉയരത്തിലാണ് കഴുകൻ പറക്കുന്നത് എന്നാണ് കവി ശരിക്കും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്ര ഉയരത്തിൽ പറക്കുന്ന കഴുകന് നമ്മളെപ്പോലും വെറും ചോണനുറുമ്പിനോടാണ്, അത്രയ്ക്ക് വലിപ്പമേ നമ്മൾ അത്ര വലിപ്പമേ ഉണ്ടാവൂ എന്നാണ് കഴുകന് തോന്നുന്നത് എന്നാണ് കവി ഇതിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ചോണനുറുമ്പുകളായി കഴുകന് തോന്നുന്നത് ആരെയാണ്? ഉറുമ്പുകളെ, കല്ലുകളെ, മനുഷ്യരെ, പുഴുക്കളെ? ആരെയാണ്? നമ്മളെയാണല്ലേ, അതായത് മനുഷ്യരെയാണ്. 2. മലയടിവാരം ചുറ്റി വരുന്നത് എന്താണ്? വാഹനങ്ങൾ, പുഴ, മഞ്ഞ്, കാറ്റ്. എന്താണ്? മലയടിവാരം ചുറ്റി വരുന്ന പുഴയാണ്. ചോദ്യം 3. കഴുകൻ്റെ പ്രത്യേകതയായി കവിതയിൽ പറയുന്നത് എന്താണ്? താഴ്ന്നു പറക്കുക, ഉയരത്തിൽ പറക്കുക, ഉയരത്തിലിരിക്കുക, ഉറക്കെ അറിയുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ഉയരത്തിൽ പറക്കുക എന്നാണ് അല്ലേ. ചോദ്യം 4. കവിതയിൽ പ്രയോഗിച്ച തുകിൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മഞ്ഞ്, പാടം, മൂടൽ, വസ്ത്രം. എന്താണ്? വസ്ത്രമാണ്. തുകിൽ എന്ന് വെച്ചാൽ വസ്ത്രമാണ്. പ്രവർത്തനം 2. കഥാപാത്ര നിരൂപണം. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ്. പല്ല് കൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരു പ്രശ്നവുമില്ല. ഉണ്ണിക്കണ്ണന് ഏറെ ഇഷ്ടമുള്ള മുത്തശ്ശിയെ നിങ്ങൾക്കും ഇഷ്ടമല്ലേ? മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ മുത്തശ്ശി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉണ്ണിക്കണ്ണൻ്റെ മുത്തശ്ശിയാണ് അവൻ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നത്. മുത്തശ്ശിക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയുടെ വിരലുകൾ മാത്രം ഇഷ്ടമല്ല, മുഖം ഇഷ്ടമാണ്.
പല്ലുകുഴിഞ്ഞ വായ കൊണ്ട് ഉമ്മ വയ്ക്കുന്നതും ഇഷ്ടമാണ്. വിരലുകൾ കൊണ്ട് തടവുമ്പോൾ ശരീരത്തിൽ വല്ലാതെ തട്ടും. അതവന് സഹിക്കാൻ പറ്റില്ല. കൺപോളകൾക്കുള്ളിൽ വെള്ളം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത്. കണ്ണുകൾക്ക് ഭംഗി കുറവാണെങ്കിലും അതിലെ സ്നേഹം അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കുനിഞ്ഞിട്ടാണ് മുത്തശ്ശി നടക്കുന്നത്. മുത്തശ്ശി ഉണ്ണിയെയും മടിയിലിരുത്തി നെറ്റിയിൽ ഉമ്മ വയ്ക്കും. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറക്കും. മുത്തശ്ശിയുടെ ചുംബനത്തിന് ഇളം ചൂടുണ്ട്, പാലപ്പൂവിൻ്റെ മിനുസമുണ്ട്. അങ്ങനെ ഉമ്മ വയ്ക്കുമ്പോൾ അവൻ അറിയാതെ ഉറക്കം വരും. ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ എന്നാണ് ഉണ്ണി പറയുന്നത്. ഇങ്ങനെ സ്നേഹവും വാത്സല്യവുമുള്ള കഥാപാത്രമായി മുത്തശ്ശി കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രവർത്തനം 3. ഡയറി കുറിപ്പ്. കരുതേണ്ട തെല്ലും ഇതിനായി ഞാനെന്ന് കരുതേണ്ട നോവും അകന്നുപോം അറിയാ പൈതൽ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. ഏതിലുള്ള വരികളാണ് മക്കളെ? പരിക്കേറ്റ കുട്ടി എന്നുള്ള കവിതയിലുള്ള വരികളാണ് അല്ലേ? തൻ്റെ കുസൃതികൾ മൂലം മുറിവ് പറ്റിയിരുന്ന കുട്ടിക്ക് ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു അമ്മയുടെ ഈ വാക്കുകൾ. അന്നേ ദിവസം കുട്ടി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് എപ്രകാരമാണ് എന്ന് എഴുതി നോക്കൂ. ഡയറി എഴുതുമ്പോൾ ആദ്യം എന്ത് ശ്രദ്ധിക്കുക? ദിവസവും അന്നത്തെ ഡേറ്റും ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിനുള്ളിൽ വേണം ഡയറി എഴുതാനായിട്ട്. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാനാവില്ല. അമ്മ വിളിക്കുന്നത് പോലെ ഒരു വികൃതി കുട്ടൻ തന്നെയാണ് ഞാൻ. ഇന്നത്തെ എൻ്റെ വികൃതികൾ കുറച്ച് അതിര് കടന്നുപോയി. അമ്മയുടെ പനിനീർ ചെടിയിലെ പൂ നുള്ളാനായി പോയതാണ് ഞാൻ. മുള്ളുകൊണ്ട് എൻ്റെ കൈവിരൽ ആകെ മുറിഞ്ഞു. അമ്മ തല്ലും എന്ന് കരുതി ഞാൻ വേദന സഹിച്ചു കരയാതിരുന്നു. വേദന മാറിയപ്പോൾ മുറ്റത്ത് നിന്ന് തൈമാവിൽ ഒന്ന് കയറണം എന്ന ആഗ്രഹം തോന്നി. കയറി മുകളിലെത്തിയപ്പോൾ കാല് തെന്നി ഞാൻ താഴെ വീണു. മുട്ടെല്ലാം ചതഞ്ഞു. എന്നിട്ടും ഞാൻ കരയാതെ പിടിച്ചു നിന്നു. വേദന മാറിയപ്പോൾ വീണ്ടും ഞാൻ എണീറ്റു. അമ്മ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന പടം ഒന്ന് അടുത്ത് കാണണമെന്നൊരാഗ്രഹം തോന്നി. അതെടുക്കാൻ കയറിയപ്പോൾ പടം എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. അത് നേരെ വന്ന് വീണത് എൻ്റെ കാലിലായിരുന്നു. എൻ്റെ നെറുകയിൽ. നെറ്റി പൊട്ടി ചോര വന്നു. അമ്മ കേൾക്കാതിരിക്കാൻ ശബ്ദമില്ലാതെ കരഞ്ഞു. ആ വേദന മാറിയപ്പോൾ ഞാൻ അടങ്ങിയിരുന്നില്ല. കട്ടിലിൽ കയറി ചാടിക്കളിച്ചു. കുറേ നേരം ചാടിയപ്പോൾ തെറിച്ച് താഴെ വീണു. കവിളും ചതഞ്ഞു. ഇത്രയുമായപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ ഉറക്കെ കരഞ്ഞു. കരച്ചിൽ കേട്ട് അമ്മ ഓടി വന്നു. നല്ല തല്ല് തരും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്നെ എടുത്തു ഉമ്മ വെച്ചു. എൻ്റെ സങ്കടവും വേദനയും എല്ലാം മാറി. കുട്ടികളായാൽ കളിക്കിടയിൽ പരിക്ക് പറ്റും, സാരമില്ല എന്ന് അമ്മ പറഞ്ഞു. ഞാൻ ചിരിച്ചപ്പോൾ അമ്മയും ചിരിച്ചു. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രവർത്തനം 4. അനുഭവക്കുറിപ്പ്. അവർ ദിവസവും കുഞ്ഞുമിറുക്ക് വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പരീക്ഷാകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്ക് ഇരുത്താം എന്നവർ അധ്യാപകരുടെ സമ്മതവും വാങ്ങിച്ചു. കുഞ്ഞുമിറിയുടെ കൂട്ടുകാരെ നിങ്ങൾക്കിഷ്ടമായോ? ഇതുപോലെ കൂട്ടുകാരുടെ സ്നേഹം അനുഭവിച്ച സന്ദർഭങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? അനുഭവം കുറിപ്പായി എഴുതുക. അതായത് ഒരു അനുഭവക്കുറിപ്പ് എഴുതണം കേട്ടോ. എനിക്കുമുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കൂട്ടുകാർ. ഒരിക്കൽ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി തിരികെ വരികയായിരുന്നു. ഒരു ചെറിയ കൈത്തോടിനരികിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും. വർത്തമാനം പറഞ്ഞു വരുന്നതിനിടെ ഞാൻ കാല് തന്നെ കൈത്തോട്ടിലേക്ക് വീണു. ഞാൻ മുങ്ങാൻ തുടങ്ങി. എനിക്ക് നീന്തലും അറിയില്ല. എൻ്റെ കൂട്ടുകാരൻ എമിർ വെള്ളത്തിലേക്ക് ചാടി. എൻ്റെ ഉടുപ്പിൽ പിടിച്ച് അവൻ എന്നെയും കൊണ്ട് കരയിലേക്ക് നീന്തി. മറ്റു കൂട്ടുകാർ ഞങ്ങളെ കരയിൽ നിന്നും പിടിച്ചു കയറ്റി. ഞാൻ ആകെ ഭയന്നു പോയിരുന്നു. അവർ എല്ലാവരും ചേർന്ന് എന്നെ വീട്ടിലെത്തിച്ചു. ഞാൻ അവരോട് നന്ദി പറഞ്ഞു. പിന്നീട് അവർ എന്നെ നീന്തൽ പഠിപ്പിച്ചു. എപ്പോഴും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കൂട്ടുകാരായി മാറി ഞങ്ങൾ. പ്രവർത്തനം 5. താരതമ്യക്കുറിപ്പ്. ഉറക്കം തൂങ്ങിക്കൊണ്ടവൻ ഭക്ഷണത്തെ മുന്നിലിരിക്കും. അമ്മ അവന് ചോറ് വാരി കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വച്ചും കൈകൊണ്ട് വാത്സല്യപൂർവ്വം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ചെറിയ ഭാഗമാണ്. അടുത്തത് നോക്കൂ. ഉരച്ചിവണ്ണ ക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ. പരിക്കേറ്റ കുട്ടിയിൽ നിന്നുള്ള 2 വരികളാണ്. രണ്ട് പാഠ സന്ദർഭങ്ങളിലും അമ്മയുടെ സ്നേഹം ഒരുപോലെയാണോ? താരതമ്യം ചെയ്ത് കുറിപ്പായി എഴുതുക. ഉണ്ണിയെ മുത്തശ്ശിയുടെ അടുത്താക്കി മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോവുകയാണ് ഉണ്ണിയുടെ അമ്മ. രാത്രി ഏറെ വൈകിയെത്തുമ്പോൾ ഉണ്ണിക്കും മുത്തശ്ശിക്കുമുള്ള ഭക്ഷണവും കൊണ്ടുവരും. ഉറക്കത്തിലാണെങ്കിൽ ഉണ്ണിയെ സ്നേഹപൂർവ്വം വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോറുരുള ഓരോന്നായി അവൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്ന അമ്മയെയാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിൽ കാണാൻ കഴിയുന്നത്. വാത്സല്യത്തിൻ്റെ നിറകുടമാണ് ഉണ്ണിയുടെ അമ്മ. മകൻ കുസൃതികൾ ഓരോന്നും കാണിക്കുമ്പോഴും അവനെ ശാസനകൾ കൊണ്ട് പിന്തിരിപ്പിക്കുന്നില്ല പരിക്കേറ്റ കുട്ടിയിലെ അമ്മ. അത് കുട്ടികളുടെ സ്വഭാവമായാണ് അമ്മ കാണുന്നത്. പനിനീർ ചെടിയുടെ മുള്ളുകൊണ്ട് കൈ മുറിഞ്ഞും മാവിൽ കയറി മുട്ടിച്ചതഞ്ഞും പടം നെറുകയിൽ വീണ് നെറ്റിമുറിഞ്ഞും കട്ടിലിൽ കയറി വീണ് കവിൾ മുറിഞ്ഞുമെല്ലാം വേദനിച്ച് കുട്ടി കരയുമ്പോൾ അമ്മ തല്ലുമെന്ന ഭയവും അവനിലുണ്ട്. എന്നാൽ ആ അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നത് കളിക്കിടയിലെ മുറിവുകൾ കുട്ടികൾക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ്റെ ഓരോ മുറിവിലും അമ്മ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുമ്പോൾ അവൻ്റെ വേദനകൾ അകന്നു പോകുന്നു. കരുതൽ നിറഞ്ഞ സ്നേഹം പകരുന്ന അമ്മയെയാണ് 2 പാഠഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പോൾ മക്കളെ താരതമ്യക്കുറിപ്പ് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം 2 ഭാഗങ്ങളായിരിക്കും നമുക്ക് താരതമ്യം ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. ആദ്യം ഒരു ഭാഗം കാര്യങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത് അത് എഴുതുക. രണ്ടാമത്തെ ഭാഗത്തിലും കാര്യങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത് എന്ന് എഴുതുക. എന്നിട്ട് രണ്ടിലെയും ആളുകൾ സെയിം ആണോ, അതായത് ഒരുപോലെയാണോ അതോ വ്യത്യസ്തമാണോ എന്ന് ഒരു കൺക്ലൂഷനും എഴുതുക കേട്ടോ. അപ്പോൾ മക്കളെ, ഏകദേശം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അനുഭവക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, ഡയറി, അതുപോലെ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ, അതായത് പുറത്തുനിന്നുള്ളൊരു ഭാഗം തന്നിട്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ച് നമുക്ക് ഏകദേശം നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലിയിൽ കുറച്ച് പാഠങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ പാഠങ്ങളും അതിൽ ചെയ്തിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നന്നായിട്ട് വായിച്ച് പഠിച്ചു പോവുക. നമ്മൾ ഓൾറെഡി ആ വീഡിയോസൊക്കെ ക്ലാസ്സിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ വീണ്ടും ഇരുന്ന് കാണുക. നല്ലതുപോലെ പരീക്ഷ എഴുതുക കേട്ടോ. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പർ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്